നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. കീം 2025 ഏപ്രിൽ 24 ആരംഭിക്കുന്ന കേരളത്തിലെ എഞ്ചിനീയറിംഗിൻ്റെയും ബിഫാമിൻ്റെയും ഓൺലൈൻ പരീക്ഷയ്ക്കുള്ള ആപ്ലിക്കേഷൻ നമുക്കറിയാം കഴിഞ്ഞ മാസം അവസാനിച്ചിരുന്നു, മാർച്ച് മാസത്തിൽ. അതിൽ പേര്, കാൻഡിഡേറ്റിൻ്റെ പേര്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ എന്നിവ വെരിഫൈ ചെയ്യാനും അവയിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ നിലവിൽ വന്നിട്ടുണ്ട്. കേരള എഞ്ചിനീയറിംഗിനും ബിഫാമിനും അപേക്ഷിച്ചവർക്ക് മാത്രമാണ് ഈ അവസരം. മെഡിക്കലിന് മാത്രമാണ് അപേക്ഷ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ കാൻഡിഡേറ്റ് പ്രൊഫൈൽ വെരിഫിക്കേഷൻ അവൈലബിൾ ആകുന്നതല്ല. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏപ്രിൽ 24 ആരംഭിക്കുന്നതുകൊണ്ട് അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ 15 വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ടാണ് എഞ്ചിനീയറിംഗിൻ്റെയും ബിഫാമിൻ്റെയും മാത്രം പ്രൊഫൈൽ വെരിഫിക്കേഷൻ, അതും പേര്, സിഗ്നേച്ചർ, ഫോട്ടോ എന്നിവ മാത്രമാണ് ഇപ്പോൾ വെരിഫിക്കേഷൻ സജ്ജമാക്കിയിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അപ്ലോഡ് ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും അതുപോലെ മെഡിക്കൽ വിഭാഗത്തിൻ്റെ പേര്, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയും മെയ് അവസാനത്തോടുകൂടി കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ ഒരിക്കൽ കൂടി നിലവിൽ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കീം 2025 അപേക്ഷ കൊടുത്തപ്പോൾ അബദ്ധവശാൽ പേര് മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് മറ്റൊരാളുടേതായിപ്പോയി, ഫോട്ടോഗ്രാഫ് മറ്റൊരു വ്യക്തിയുടെ ആയിപ്പോയി, സിഗ്നേച്ചർ മാറിപ്പോയി എന്നിവയ്ക്കും ഇമെയിൽ വഴി ഇപ്പോൾ പരിഹാരമുണ്ട്. ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കാം. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ചവർക്കാണ് ഈ അവസരം. അവരുടെ ഫോട്ടോ, പേര്, ഒപ്പ്, അതുപോലെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവ മാത്രമാണ് ഇപ്പോൾ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നത്. അത് കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊരു മെമ്മോ കാണാം. ആ മെമ്മോയിൽ എന്താണ് ഡിഫക്റ്റ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. അത് തിരുത്താനുള്ള അവസരമാണ്. പ്രൊഫൈൽ പേജിൽ ദൃശ്യമായിരിക്കുന്ന, പക്ഷെ പ്രത്യേകിച്ച് മെമ്മോ ഒന്നും വന്നിട്ടില്ല, പക്ഷേ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കാൻഡിഡേറ്റിൻ്റെ പേരിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെ പേരിന് തന്നെ വ്യത്യാസമുണ്ട്, ഫോട്ടോയ്ക്ക് വ്യത്യാസമുണ്ട്, ഫോട്ടോ മറ്റൊരാളുടേതായിപ്പോയി, സിഗ്നേച്ചർ മറ്റൊരാളുടേതായി പോയിട്ടുണ്ടെങ്കിൽ അവ ഇമെയിൽ വഴി ceinfo.ce@kerala.gov.in എന്ന ഇമെയിൽ വഴി പ്രൊഫൈൽ ഡിഫക്റ്റ് എന്ന കാര്യത്തിൽ നമുക്ക് ഏപ്രിൽ 8 5 മണിക്കുള്ളിൽ അത് കറക്റ്റ് ചെയ്യാനും അവസരമുണ്ട്. അപ്പോൾ എല്ലാവരും, എഞ്ചിനീയറിംഗിനും ബിഫാമിനും അപേക്ഷിച്ചിരിക്കുന്ന എല്ലാവരും പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുകയും തങ്ങളുടെ തന്നെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ പേര് എന്നിവ കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. മാറ്റമുണ്ടെങ്കിൽ അവ ഈ രീതിയിൽ ഇമെയിൽ വഴി പരിഹരിക്കാം. ഇനി മെമ്മോയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി ഇല്ല, അല്ലെ സിഗ്നേച്ചറിന് ക്ലാരിറ്റി ഇല്ല എന്നുള്ള മെമ്മോയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് പരിഹരിക്കേണ്ടത് മെമ്മോയുടെ രൂപത്തിലാണ്. അത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപാകതകൾ പരിഹരിക്കുന്നത്, മെമ്മോ വന്നിരിക്കുന്നവർക്ക് എന്താണ് പരിഹരിക്കേണ്ടത്, എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മെമ്മോ വന്നിട്ടില്ല, പകരം നമ്മളെല്ലാവരും ലോഗിൻ ചെയ്ത് നോക്കി, എഞ്ചിനീയറിംഗിനും ബിഫാമിനും അപേക്ഷിച്ചിരിക്കുന്നവർ ലോഗിൻ ചെയ്ത് നോക്കി. അപ്പോൾ നോക്കി മെമ്മോ ഒന്നും വന്നിട്ടില്ല, പക്ഷേ പേര് നമ്മുടെ അല്ല, പേരിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ട്, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ എൻ്റർ ചെയ്തപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരുത്താം. ഫോട്ടോ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തപ്പോൾ മാറിപ്പോയി, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തപ്പോൾ മാറിപ്പോയി, അങ്ങനെയുള്ളവർക്കാണ് ഇമെയിൽ വഴി കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവർക്ക് മെമ്മോ ഒന്നും വരില്ല, പകരം അത് ഇമെയിൽ വഴി കറക്റ്റ് ചെയ്യാം. എന്നാൽ എൻട്രൻസ് കമ്മീഷൻ വെരിഫൈ ചെയ്തപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചല്ല പേര്, ഫോട്ടോഗ്രാഫ് ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ സിഗ്നേച്ചർ ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് ക്ലാരിറ്റി ഇല്ല, അങ്ങനെയുള്ള മെമ്മോ വന്നിരിക്കുന്നവർക്കാണ് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അവ വെബ്സൈറ്റ് വഴി തന്നെയാണ് പരിഹരിക്കേണ്ടത്. ഫോട്ടോ, സിഗ്നേച്ചർ, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ന്യൂനതകളുണ്ടെങ്കിൽ മെമ്മോ ഡീറ്റെയിൽസ് എന്നുള്ള ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മെമ്മോ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ആ മെമ്മോ ഉണ്ടെങ്കിൽ അത് എന്താണ് ഡിഫക്റ്റ് എന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതും ഏപ്രിൽ 8 വൈകുന്നേരം 5 മണിക്കുള്ളിൽ കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ എഞ്ചിനീയറിംഗിൻ്റെയും ബിഫാമിൻ്റെയും അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാവുകയുള്ളൂ. ഫോട്ടോയെ, സിഗ്നേച്ചർ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്നിവ മെമ്മോ വന്നിരിക്കുന്നവർ അത് ഇമെയിൽ അയക്കാനായിട്ടോ ബൈ പോസ്റ്റ് അയക്കാനോ നിവൃത്തിയില്ല, അപ്ലോഡ് ചെയ്യുക തന്നെയാണ് ചെയ്യേണ്ടത്. ഓൺലൈൻ അപേക്ഷയോടൊപ്പം നമ്മൾ
നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, അതുപോലെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, ധാരാളം സർട്ടിഫിക്കറ്റുകൾ, OBC, NCL, EWS, SC, ST, NRI കോട്ട, അങ്ങനെ ധാരാളം സർട്ടിഫിക്കറ്റുകൾ നമ്മളെല്ലാവരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻജിനീയറിംഗ്, BPharm, മെഡിക്കലിനൊക്കെ അപ്ലൈ ചെയ്തവർ, ആർക്കിടെക്ചറിനൊക്കെ അപ്ലൈ ചെയ്തവർ, അങ്ങനെയുള്ളവരുടെ പ്രൊഫൈൽ വെരിഫിക്കേഷൻ മെയ് അവസാനത്തോടു കൂടിയാണ് എല്ലാ കാൻഡിഡേറ്റിൻ്റെതും എൻട്രൻസ് കമ്മീഷണർ വെരിഫൈ ചെയ്യുന്നതും. ഇതുപോലെ തന്നെ മെമ്മോ വരികയും അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരം പിന്നീട് ലഭ്യമാവുന്നതാണ്. അതോടൊപ്പം കുറച്ച് കുട്ടികളെങ്കിലും നീറ്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോഴും കേരള മെഡിക്കലിന് അപേക്ഷിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷവും കേരള മെഡിക്കലിന് അപേക്ഷിക്കാനുള്ള അവസരവും ലഭ്യമാകുന്നതാണ്. ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി കീം 2025 കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ വരും, പാസ്വേഡും ഈ ക്യാപ്ചയും എൻ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും അവരുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യേണ്ടത്. എൻജിനീയറിങ്ങിനും BPharmനും അപേക്ഷിച്ചിരിക്കുന്ന എല്ലാവരും പ്രൊഫൈൽ വെരിഫൈ ചെയ്യേണ്ടതാണ്. കാൻഡിഡേറ്റിൻ്റെ നെയിം, സിഗ്നേച്ചർ, ഫോട്ടോഗ്രാഫ്, ക്ലാസ് 10 സർട്ടിഫിക്കറ്റ് എന്നിവ കൃത്യമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. പേരിന് കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോട്ടോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, സിഗ്നേച്ചർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇമെയിൽ വഴി അറിയിക്കുക. മെമ്മോയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. നീറ്റ് 2025 അപേക്ഷിക്കുകയും കേരളത്തിൽ കീമിന് വേണ്ടി മെഡിക്കലിന് മാത്രം അപേക്ഷിക്കുകയും ചെയ്തവരുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഇപ്പോൾ ലഭ്യമല്ല. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.